ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഹാങ്കുട്ടൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു പുഡിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടത് ബ്രെഡ് വേണം. ഞാൻ 4 കഷ്ണം ബ്രെഡാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്, ഒരു മുട്ടയും കേട്ടോ. അപ്പോൾ ഒരു മിക്സി ജാറിലോട്ട് നമ്മൾ ആ 4 ബ്രെഡും കൂടെ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്ന് പിച്ചി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, പക്ഷേ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തത്. പിന്നെ അതുപോലെ ലേശം പാല് നമ്മൾ ഒഴിക്കണം കേട്ടോ. എനിക്ക് എപ്പോഴും കൈയളവായതുകൊണ്ട് ഞാൻ അനുസരിച്ചൊരു ലേശം പാൽ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ ഏലക്കായ ഇട്ട്, അതിൻ്റെ വാനില എസൻസ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിവിടെ ഏലക്കായ ഇട്ടത് കേട്ടോ. അതിൻ്റെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മളിടണം. എനിക്ക് മധുരം ഒത്തിരി ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. പാകത്തിന് നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. ഈ രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ കേട്ടോ. പിന്നെ എല്ലാവരും ഈ പുഡിങ്ങിന് ഉപയോഗിക്കുന്നത് പഞ്ചസാരയാണ് നമ്മൾ ക്യാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. പക്ഷേ ഞാനിവിടെ പഞ്ചസാരയല്ല എടുക്കുന്നത്, ഞാനിവിടെ ബെല്ലമാണ് കേട്ടോ എടുക്കുന്നത്. എനിക്ക് ബെല്ലം ഭയങ്കര ഇഷ്ടമാണ്. പഞ്ചസാരയും കാട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടം ബെല്ലമാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ബെല്ലമാണ് എടുത്ത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ബെല്ലം ഒന്ന് കുറുക്കി ഇങ്ങനെ എടുക്കണം കേട്ടോ. ബെല്ലം വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം പുഡിങ്ങിന് ആവശ്യമുള്ള പാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ ബെല്ലത്തിൻ്റെ ലൈന് നമ്മൾ അതിലോട്ട് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് നമ്മൾ ആ പാത്രത്തിലോട്ട് ഒഴിക്കുക കേട്ടോ. ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം കേട്ടോ. കഴിഞ്ഞിട്ട് നമ്മൾ ആവി കയറ്റണം. ആവി കയറ്റി കഴിഞ്ഞാൽ ഗൈസ് ഇതുപോലെ ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ കൊതി വരാത്തവരാരും തന്നെ ഉണ്ടാവില്ല കേട്ടോ, അത്രയും നല്ല ടേസ്റ്റാണ്. ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ട് ആ ബെല്ലത്തിൻ്റെ ആ ലായനിയിലൊന്ന് മുക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കിയാലില്ലേ ഗൈസ്, സൂപ്പറാണ് കേട്ടോ. പിന്നെയും നിങ്ങൾ ഉണ്ടാക്കി നോക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.